യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അല്ലെങ്കിൽ ജനത്തിന്റെ ഇഷ്ടരായി മാറിയ ചിലരുണ്ട്. രാഷ്ട്രീയത്തിലും ആത്മീയത്തിലുമൊക്കെ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കഴിവുകളും ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയും സംസാരവും ഇടപെടലുമൊക്കെ ജനഹൃദയത്തിൽ അവർക്ക് ഇരിപ്പിടമുണ്ടാക്കുന്നു. അവരെ കണ്ടു പഠിക്കണമെന്ന് പോലും തോന്നത്തത്ത രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ് അവരൊക്കെ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നതിനായി തിരഞ്ഞെടുത്ത 7 പേരെ പറ്റി നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചു. അവരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ് അല്ലെങ്കിൽ സ്റ്റീഫൻ. അദ്ദേഹത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 6-ഉം 7-ഉം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒരു നിറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. വിശ്വാസം നിറഞ്ഞവൻ, കൃപ നിറഞ്ഞവൻ, ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ, പ്രകാശം നിറഞ്ഞവൻ, ധൈര്യം നിറഞ്ഞവൻ, വചനം നിറഞ്ഞവൻ, സ്നേഹം നിറഞ്ഞവൻ. സ്തേഫാനോസ് എന്ന പേരിന്റെ അർത്ഥം കിരീടം എന്നാണ്. ആദ്യമായി അദ്ദേഹം വിശ്വാസം നിറഞ്ഞവനാണ്. ഗ്രീക്ക് യഹൂദനായിരുന്ന സ്തേഫാനോസ് വിശ്വാസം നിറഞ്ഞവനായിരുന്നു. ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് വിശ്വാസം എന്നത്. വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിൽ മറ്റൊന്നും നിറയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല. അതായത് സംശയത്തിനോ ഭയത്തിനോ ഉള്ളിൽ കടക്കാൻ കഴിയുകയില്ല എന്നർത്ഥം. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തിയായിരുന്നു സ്തേഫാനോസ്. രണ്ടാമതായി കൃപ നിറഞ്ഞവനായിരുന്നു അദ്ദേഹം. നമ്മിലൊന്നുമില്ലാതിരിക്കെ സകലവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവമാണ് കൃപ. നമ്മുടെ വാക്കുകൾക്ക് രുചി പകരുന്നത് കൃപയാണ്. നമ്മെ ഉപയോഗിക്കുന്ന ശക്തിയാണ് കൃപ. നമ്മെ അനുഗ്രഹിക്കുന്ന ഔദാര്യമാണ് കൃപ. സ്തേഫാനോസിൽ ഈ കൃപയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും പ്രസംഗവും ഇടപാടുകളും എല്ലാം വ്യക്തമാക്കുന്നു. മൂന്നാമതായി ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു സ്തേഫാനോസ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശക്തി വേണം. എൻ്റെ സാക്ഷികളാകുവാൻ കർത്താവ് വെറുതെ ആരെയും അയച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകിയാണ് ആ ദൗത്യത്തിനായി കർത്താവ് ശിഷ്യന്മാരെ ഓരോരുത്തരെയും അയച്ചത്. ആയതിനാൽ മറ്റപ്പോസ്തലന്മാരെ പോലെ തന്നെ പരിശുദ്ധാത്മ ശക്തിയാൽ തൻ്റെ ശുശ്രൂഷയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നാലാമതായി പ്രകാശം നിറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. തുടരധ്യായങ്ങളിൽ കാണുന്നത് പോലെ ന്യായാധിപ സംഘത്തിലെ എല്ലാവരും അദ്ദേഹത്തെ ഉറ്റുനോക്കി. അവർ കണ്ടത് സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്നതാണ്. ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. മോശ പർവ്വതത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നു. ആത്മാവിന്റെ തീ ഉള്ളിലുണ്ടെങ്കിൽ നാമും പ്രകാശിതരാകും. അതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നാം പ്രകാശം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. അഞ്ചാമതായി ധൈര്യം നിറഞ്ഞവനായിരുന്നു അദ്ദേഹം. 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ തന്നോട് എതിർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ തർക്കിക്കാൻ 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എഴുന്നേറ്റു. എന്നാൽ അവരുടെ മുമ്പാകെ ജ്ഞാനത്തോടെ ആത്മാഭിഷേകത്തോടെ സംസാരിക്കാനുള്ള ധൈര്യം സ്തേഫാനോസിനുണ്ടായിരുന്നു. തുടർന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിന്ന് അബ്രഹാം മുതലുള്ള ചരിത്രം തുടങ്ങി ക്രിസ്തുവിന്റെ ക്രൂശുമരണം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി ധൈര്യമായി പ്രസംഗിക്കാൻ ഈ സ്തേഫാനോസിന് കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു ഒറ്റ പ്രസംഗത്താൽ ശക്തനായ ശൗലിനെ പോലും കുലുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആറാമതായി വചനത്താൽ നിറഞ്ഞവനായിരുന്നു സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ സ്തേഫാനോസിന്റെ പ്രസംഗത്തോടെയാണ്. അബ്രഹാമിന്റെ വിളി മുതലുള്ള ചരിത്രം തെറ്റുകൂടാതെ വിശദമായി സംഘത്തിന്റെ മുമ്പാകെ പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുതിയ നിയമത്തിലെ ശക്തവും വികാരഭരിതവുമായ പ്രസംഗമായിരുന്നു അത്. ഒറ്റ പ്രസംഗത്തിൽ അനേകർക്ക് അത് മനസ്സിലാക്കുവാനും സാധിച്ചു. നല്ല വചന പരിജ്ഞാനമുണ്ട് എന്നതിന് തെളിവായിരുന്നു ആ ഒരൊറ്റ പ്രസംഗം. ഏഴാമതായി സ്നേഹം നിറഞ്ഞവനായിരുന്നു അദ്ദേഹം. പീഡകർ വലിച്ചെറിഞ്ഞ കല്ലുകൾക്ക് സ്തേഫാനോസിന്റെ ശരീരം തകർക്കുവാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ തകർക്കുവാൻ ആ കല്ലുകൾക്കോ വാക്കുകൾക്കോ വിധിക്കോ കഴിഞ്ഞില്ല. ശരീരമാസകലം രക്തത്തെ കുളിച്ചു നിൽക്കുമ്പോഴും തൻ്റെ കർത്താവായ യേശുക്രിസ്തു ചെയ്തതുപോലെ
ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തേഫാനോസിനെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ഡീക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളാണ് നാം ഈ കണ്ടത്. ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഈ എല്ലാ രീതിയിലും ഒരു നിറവ് നമുക്കുണ്ടായിരിക്കണം. ആ നിറവിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും. കല്ലേറ് മരണത്തിലും ആ നിറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചുറ്റുന്ന ജനത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്രകാരം നിറവുള്ളവരായി കർത്താവിന്റെ വേല ചെയ്യുവാനും ജനത്തിന്റെ മുമ്പിലും ദൈവം മുമ്പാകെയും നല്ല സാക്ഷ്യമുള്ളവരായി തുടരാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.